കത്രിക എടുക്കരുത് നമ്മ പറഞ്ഞില്ലായിരുന്നോ? കത്രിക എടുക്കരുത് നമ്മ പറഞ്ഞില്ലായിരുന്നോ? ആ, എടുത്ത കൈ മുറിയെന്ന് മനസ്സിലായില്ലേ? ആ, ചോര വന്നു. ഇനി നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ? എന്നാ അജുവിനെ വിളിച്ചാലോ ഈ ഹോസ്പിറ്റലിൽ? അജു വന്നിട്ടുണ്ടോ? എങ്ങനെ മനസ്സിലായി? ഒന്ന് ആശുപത്രി കൊണ്ടുപോയിക്കോട്ടോ. കത്രിക എടുത്ത് കളിച്ച് കൈ മുറിഞ്ഞു. മാറിയോ? എന്താണ് ബീഫൊക്കെ മണക്കണേ? എന്ത് തിന്ന്? ബീഫാണ് മണക്കണേ. ബീഫ്. അയ്യോ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോന്ന്. ഹോസ്പിറ്റലിൽ കൊണ്ടോണോ? കൊണ്ടോട്ടെ കൊണ്ടോട്ടെ. തല ഓർത്തി കൊടുത്തില്ലല്ലേ? മേലേരിച്ചപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടോട്ടെ. ഹോസ്പിറ്റലിൽ കൊണ്ടോട്ടെ. ഇതിന് മുഖം മാറിയിടുന്നു. പിന്നെ കുട്ടി വലുതാവല്ലേ? ഇങ്ങനെ തീർന്നു വെക്കല്ലേ? ഞാൻ വൃത്തിക്ക് എന്നെ സുന്ദരി കുട്ടിയാക്കിയതാ. പിന്നെ മുടി വെട്ടിയോ? ആ വെട്ടല ഇതിന്റെ കുട്ടിയൊന്നല്ല. ഇത് ഏതാ കുട്ടി? നോട്ടെ, മെലിഞ്ഞത് നോക്കട്ടെ. നേരെ നിക്ക്, നേരക്ക്. അടുക്കളേക്ക് ആദ്യം എന്ത് ഫുഡ്? എന്തിനാ അതെടുത്തിട്ട് വന്നേ? അങ്ങനെ കഴിച്ചോട്ടെ വെച്ചു. പാവങ്ങളല്ലേ? സാധനം നോക്ക്. എന്താണോ സുഭാഷേട്ടന് കപ്പേന്റെ ആളായോണ്ട് കപ്പെടുത്ത് വന്ന നല്ല രസമുണ്ടല്ലോ സുഭാഷ് ചേട്ടാ. ഇത് നല്ല ടേസ്റ്റുള്ള ഫുഡ്. അവൻ എന്താ കഴിക്കാത്ത? അതുകൊണ്ടല്ലേ ഞാൻ ഇത് കഴിക്കണല്ലേ? ഉണ്ടാക്കി തരല്ലേ? ചക്കൊക്കെ ഓരെന്തായാലും പെണ്ണുങ്ങള് ഉണ്ടാക്കി കൊടുക്കണത്. എന്നാലും അജോ അജോ എത്രങ്ങാനും ഐസ്ക്രീം ചെറുപ്പത്തിന് വാങ്ങി തന്നെ. അതിന്റെ ഒരു നന്ദി എന്നോട് പറഞ്ഞില്ലല്ലോ. ഒരു വാക്ക് ചോദിക്കണ്ട. അന്നിക്ക് നിങ്ങൾ ഫ്രണ്ടാന്നുള്ള രീതിയിലൊക്കെ അറിയുള്ളൂ. അതിന്റെ ഒരു നന്ദി ഇറക്കി കാണിച്ചുകൂടായിരുന്നോ? നമുക്ക് ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ? പണ്ട് ഇടയ്ക്ക് വീട്ടിലേക്കൊക്കെ വരുമ്പോ ചോക്കോബാർ മാംഗോ ബാർ എന്നൊക്കെ കൊണ്ടുവരും. നമ്മക്കറിയുള്ളത് സോപ്പിടാനുള്ള പരിപാടിയാണിത്. എന്ന് വരുമ്പോൾ ഇത് സാധനം കൊണ്ടുതരും. ചോക്കോബാർ മാംഗോ ബാർ നിർബന്ധ. ആ ചോക്കബാറും മാങ്ങാബാറും നിന്നതിന്റെ ഒരു ചെറുതായിട്ടൊരു നന്ദി ഇറക്കി കാണിച്ചുകൂടെ കാണിച്ചോ? നീ പറയണേ. നിങ്ങളെ കെട്ടാനാണ് പറയണേ. പറയുന്നത് ദയവ് ചെയ്ത് നിങ്ങൾ രക്ഷപ്പെട്ടോ. ചിരിച്ചേ ഒന്നും കൂടി. ഈ തൽക്കാലം തിന്നണ്ട, മറിക്കേ. അത് കഴിച്ചോ? കപ്പി കഴിച്ചേ. ഈ തിന്നതല്ലേ? എന്താ? അയ്യോ, കൈ മുറിഞ്ഞ അജുനോട് പറയണ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. അതെ, കത്രിക എടുത്ത് കളിക്കരുത് നമ്മ പറഞ്ഞായിരുന്നോ? നന്ദക്ക് ഇനി കത്രിക വേണോ? അത് നല്ല ടേസ്റ്റുള്ള അച്ചാർ. തുറന്നോക്ക്. ഇവിടെ എനിക്ക് അച്ചാർ തിന്നാം. അതെ, വിലിമ്പിപ്പുളി പ്ലസ് കാരക്ക. എന്ത് ടേസ്റ്റാന്നറിയോ? നല്ല മധുരമാണ് വിലിമ്പിപ്പുളിക്ക്. ആ പുളിയും മധുരമൊക്കെ കൂടെ ഉണ്ട്. സൂപ്പർ അല്ലേ? അല്ല, അത് കൊണ്ടുപോവാന്ന് മോൻ കരുതണ്ട. അത് ഞാൻ തരൂല. ആൾക്ക് സൂപ്പർ ഫുഡാ കിട്ടുന്നല്ലേ പറഞ്ഞ. അത് തിന്നാ മതി. നന്ദ
ചെക്കന്മാരൊക്കെ അവിടെ full time വീഡിയോ കാണുന്നത്. ആണോ? നമുക്ക് ഫലൂദ വാങ്ങിച്ചാലൊക്കെ പറയുന്നത്. എനിക്കോ? എന്തിനാ വീഡിയോ ഇടണേനോ? മറ്റേ ചെയ്തതല്ലേ അവൻ എനിക്ക് കാണിച്ചു നമുക്കെന്താ അച്ഛൻ്റെ മുട്ട വാങ്ങിച്ചോ തല്ലുകൂടിയിട്ട്? ക്യാമറ അല്ല, ക്യാമറ ഉള്ളതുകൊണ്ടായി വാങ്ങിക്കാത്ത. വയറ്റിന് കുത്തു കിട്ടും സാധനം കൊണ്ടുവച്ചോ. അജുന് മുട്ട വേണ്ട, കട്ട് ചെയ്യില്ല. നിനക്ക് നാണാവില്ല അജു. ബിരിയാണിയിലെ മുട്ട കിട്ടണം. ആ തിന്നി ഒന്നോട്ടെ വേണ്ടേ? ചക്ക തന്നെയുള്ളൂ. ചക്ക അതൊക്കെ തീർത്തോ? അത് എനിക്കും കൂടി ഉള്ളതായിരുന്നു. മൂക്കിന് കുത്തിട്ടു 4 ചൊളി തന്നിട്ട് പറ്റിച്ചിട്ട് 4 ചൊളിയോ? ആകെ ജീവിക്ക വരാണെങ്കിൽ ഒരു ചക്ക ഫുള്ള് പെട്ടി. അങ്ങനെ ഒരു ചക്കയെ കൊണ്ടുവന്നിട്ടുള്ളൂ. അതിന്റെ ചൊളിയല്ലേ തന്നേ? 4 ചൊളി ഒരു ചക്കയിലുള്ള അത്ര ഉണ്ടായിരുന്നു. മൊത്തം ചവണിയായിരുന്നു. പിന്നെ ഇടിച്ചക്ക പഴിപ്പിച്ചുകൊണ്ടിരുന്നാണ്. അജു എന്റെ പാത്രത്തിൽ അളിയൻ കേറിയിരുന്നുണ്ട്. നല്ല ജൂലി സാധനം ഇത് കഴിക്കും. അവിടെ നമ്മള് പറയുന്ന പോലെ ഓരോ സാധനങ്ങൾ കഴിക്കട്ടോ നീ? എന്താ കഴിക്കട്ടെ. അതെന്താ ഒരു പൊന്നാറ് ശ്രീമോൾ എങ്ങോട്ടേ പോണത്? ഒരു പ്ലേറ്റ് ചോറും 2 മീൻ വറുത്തതും കറിയും പിന്നെ അതിന്റെ കൂട്ടത്തിൽ മജൂസ് റൈസും ഇതൊക്കെ കഴിച്ചല്ലേ? ഇതെന്താ അറിയാം എനക്ക്? എന്റെ അനിയൻ എനിക്ക് സ്നേഹത്തോടെ കൊണ്ടുവന്ന സാധനം. ആർക്കെന്ന് അജു എന്നോട് പറഞ്ഞു സുഭാഷേട്ടാ അവിടെ കുറേ ഫുഡ് ഉണ്ട്, ഇതൊക്കെ കളയാനുള്ളതാണ്, എന്താ ചെയ്യേണ്ടത്? ഞാൻ അവിടെ കണ്ടു കഴിക്കട കൊണ്ടുവന്നു പറഞ്ഞു. ഫുഡല്ലേ, വേറെ ഒന്നല്ലല്ലോ. ഇതെന്റെ ഫേവറേറ്റാ. ഈ ചിക്കൻ തൊട്ട കയ്യാൻ പറ്റും. പോയിക്കോ. അജുവിന്റെ കോമ്പിനേഷൻ ആണേ ബിരിയാണി പ്ലസ് മീൻ വറുത്തത്. ഇതാണ് ഈ രസമില്ലാത്ത കറി എന്ന് പറഞ്ഞ. നല്ല രസമുണ്ടല്ലോ. മറ്റൊരുക്കുള്ള ഫുഡ് എനിക്ക് അറിയുമായിരുന്നു. മറ്റൊരു ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റ് ഉള്ള വേറെ എനിക്കറിയാം. ഞാൻ മറ്റേ ഇവർക്ക് കൊടുക്കുന്ന ഫുഡാണ് ഞാൻ പോയി കഴിച്ചത്. ഹിന്ദിക്കാർക്ക് പോലും ഉണ്ടാക്കണ ഓന്റെ അങ്ങനത്തെ വേറെ ടേസ്റ്റ് ആണല്ലോ. പച്ചരി മറ്റേ റൈസുമാണ്. ഞാനതെന്നും പോയി എടുക്കും. ഒരു തുള്ളി ഞാൻ ചാവാതിരിക്കാൻ വേണ്ടിയുള്ള 2 കൈക്കിൽ വെച്ചിട്ട് ഞാൻ കൊണ്ട് കളയും. നമുക്ക് ആ ടേസ്റ്റ് പറ്റൂല. എന്നിട്ട് ഇതിപ്പോ വേറെ ഫുഡ് ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? ഇവല പറഞ്ഞ എങ്ങനെ നിങ്ങളൊക്കെ കഴിക്കണ ചെയ്യാം. എന്തൊക്കെ കഴിക്കാൻ എന്താ പ്രയാസം വെച്ചു. ഈ പച്ചരി രാത്രി ഈ കറിയായിട്ട് അങ്ങനെ കഴിക്കണ വെച്ചു. ഇനി അവിടെ ചെന്ന് എന്താ ചോദിക്കണേ? ഓഫീസ് സ്റ്റാഫ് പറഞ്ഞാൽ വേറെ കിട്ടുമ്പോ മതിയടാ. വിൽമിപ്പുളി അങ്ങനെ രാത്രി കഴിക്കണ്ട അത്ര. ഞാൻ സഹിച്ചു. അല്ല, ഒറ്റയ്ക്ക് കഴിക്കുമ്പോ എനിക്ക് ബോറടിക്കില്ലേ? എന്നോടല്ല പല്ലേക്കാൻ വന്നെ, അക്കുനോടല്ല പല്ലേക്കാൻ വന്നെ. നല്ല മീൻകറി കേട്ടോ. കേട്ടോ, നല്ല മത്തിക്കറി എനിക്കിഷ്ടായി. ആ ചക്ക മൊത്തം ഈ തിന്നൂലേ? ഞാൻ കണ്ടതേ ഇല്ലല്ലോ ഈ തിന്നണത്. നമ്മള് 4 അല്ലി വെച്ചത് തിന്നു വെച്ചാൽ ഞാൻ എന്താ പറയണ്ടത്? എടാ, ഒരു കുഞ്ഞു ചക്കയായിരുന്നു. ചക്ക എനിക്ക് അത്ര വെച്ചില്ലേ എന്നുള്ളതാണ് പോയിന്റ്. എന്റെ അജു, ആ ചക്ക ഞാൻ എവിടെയൊക്കെ കൊടുത്തു എന്നറിയോ? ആന്റി വീട്ടില്, ഹെന വീട്ടില്. ഹണി പ്രഗ്നന്റ് ആയതുകൊണ്ട് ഹണിക്ക് ഒക്കെ ആയിക്കോട്ടെ. തീരെ തിന്നില്ല. ഞാൻ അതിന്റെ ഒരു പകുതി ആൾക്ക് ഞാനത് വെച്ചില്ലേ ചോളന്നാലും. ഇന്ന് വന്നോണ്ട് കിട്ടിയല്ലേ? ആര് പറഞ്ഞു? ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ പുറത്തേതോ അത് ഞാൻ ഇല്ലി പറിച്ച് കുരു കളഞ്ഞ് എനിക്ക് അങ്ങനെ ആക്കി തന്നതാണ്. അതിൻ്റെ എടാ, ഞാനത് വീഡിയോ എടുത്ത് വെച്ചില്ല, അല്ലെങ്കിൽ കാണിച്ചു തരായിരുന്നു ഞാൻ. ജോസ് കഴി
തന്നതാടാ നമുക്ക് പറ്റിയ തെറ്റ്. ഞാൻ ആ ചക്ക മൊത്തം തിന്നണായിരുന്നു. ഇപ്പൊ മീൻകറി മിസ് ചെയ്യുന്നു. ഏത് മീൻകറി? എനിക്ക് ഇങ്ങനത്തെ മീൻകറി ഇഷ്ടം, തക്കാളിയൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന മീൻകറി. ആ ഇങ്ങനത്തെ മാറി. ദേ വീണ്ടും എടാ തീർക്കലടാ, അത് അച്ചാറാണ്, കറിയല്ല. യാജോ എന്താ ഈ കാണിക്കുന്നത്? നീ എന്താ പ്രതികാരം ചെയ്യാണോ? വിളിമ്പിപ്പുളി അതിന് പ്രതികാരമായിട്ടാണ് ഇത്. അങ്ങനെ ഫുള്ള് കഴിക്കാനുള്ളതല്ല അച്ചാറൊന്നും. അതിനാച്ചിട്ട് തീർക്കണോ? അതിലെന്താ ഉള്ളത് അറിയോ? ഡേറ്റ്സ് ഉണ്ട്. അതന്നെയാണ് ഡേറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞത്. ആ മധുരമുള്ളതുകൊണ്ട് അതിന് എത്ര ടേസ്റ്റ് അല്ലേ? മുന്തിരി ഇട്ടിട്ടല്ലേ? ചിക്കുന്റെ കൈ കുഴപ്പമൊന്നുമില്ല, നീരുണ്ട്, റെസ്റ്റ് പറഞ്ഞിരിക്കുക. ഞാൻ വിചാരിച്ചു സാധാരണ കിട്ടിക്കഴിഞ്ഞ് രാത്രിയൊക്കെ ഒന്നും ഉറങ്ങൂല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഗുളിക ഉണ്ടായിരുന്നു, അതാ ഉറങ്ങിയത്. വേദനയായിരുന്നു. എന്നാലും വേദന ഉണ്ടാവും. എന്റെ ജസ്റ്റ് ഒരു കൈ പൊട്ടിയന് വച്ചിട്ട് രാത്രി ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല. പൊട്ടിയിട്ടില്ല, അത് ചതവല്ലേ. എന്നെ പൊലയാട്ടെന്നുള്ളതില് കമന്റ് കണ്ടിരുന്നു. പിന്നെ ആർക്കാണെങ്കിലും ഭ്രാന്താവൂലേ? സ്നേഹമില്ലാത്ത ചെക്ക. അത് പറഞ്ഞറിയിക്കാണ്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ചിക്കു പറഞ്ഞ കമന്റ് കേട്ടിരുന്നു. അതില് ചിക്കുട്ട കമന്റ് കണ്ടായിരുന്നോ? പൈസ അയച്ചെടുത്തൊന്നും മുണ്ടിയില്ലല്ലോ. അയച്ചു കൊടുത്തോ? എന്തിന്? ജ്യൂസ് കുടിക്കാൻ ചോദിച്ചാ? അങ്ങനെയൊക്കെ ചോദിച്ചോളൂ. 2000 റുപ്യ ജ്യൂസ് കുടിക്കാൻ പറ്റിച്ചു. ഇതിനുള്ള ഇരട്ടിയായിട്ട് ഞാൻ വാങ്ങിക്കും തിരിച്ച്. അതൊക്കെറിയാം, അതിന് ഈ ബെസ്റ്റാണ്. ഇപ്പൊ കൊലയില്ലാത്ത മറ്റേ കൊല എന്താണ് എന്തൊരു കൊമ്പൻ എന്തിനാ നെറ്റിപ്പട്ടം ചോദിക്കൂലേ? കൊല ഒഴിഞ്ഞ കൊമ്പൻ എന്തിനാ ആ ശരീരത്താ നെറ്റിപ്പട്ടം? അങ്ങനെ ഉണ്ടോ? കട്ടപ്പണിയാണോ? കട്ടപ്പണിയല്ല. ചില നേരത്ത് ഒരു ഫിലിപ്പീൻ ഉണ്ട്, ഹനാറുണ്ട്. മുപ്പത്തിരണ്ട് പറയും അൽക്കൂർ പോകണ്ട്, ഒരു പൂവല്ലേ വയ്ക്കും. ഞാൻ പറയും ആദ്യം പറഞ്ഞ് കൂടെ ചെല്ലും. കൂടെ ചെന്നിട്ട് ഞാൻ പകുതി തരാൻ പറയും തല ഇറങ്ങിട്ട് പറയും. അപ്പൊ എന്താ വയ്ക്കും വിശന്നിട്ട് അറിയും. ഫിലിപ്പീനിനെ പറ്റിച്ചു. അപ്പൊ എന്നോട് പറയും ആ ഓക്കെ ബൈ എനിത്തിങ് പറയും. ഞാനൊരു കടി എന്തെങ്കിലുമൊക്കെയാണ് വിചാരിച്ചേ. പക്ഷെ ഓൾറെഡി സാറ് മക്ഡൊണാൾഡ്സ് കയറിയിട്ട് എന്താ ചോദിച്ചോ 500 രൂപ കൈക്കോട് നീട്ടി. ഞാൻ പറഞ്ഞു അങ്ങനെ കട്ടിപ്പിക്ക് വരുമാനായി. മറ്റേ നമ്മളായിട്ട് പറ്റിക്കുമ്പോ ഒരു സുഖല്ലേ. ഇത് ഓള് പാവായിട്ട് തന്നു 500 ഒക്കെ എടുത്ത് തന്നു കിട്ടിയപ്പോ എനിക്ക് സങ്കടമായി. വേണ്ട കുഴപ്പമില്ല, 10 റിയാലിന്റെ കടികൾ കുറച്ച് വാങ്ങിച്ചിട്ട് ഞാൻ പോകുന്നു പറഞ്ഞു. പല ഇറങ്ങുന്നുണ്ട് പറഞ്ഞപ്പോൾ ആള് വിശ്വസിച്ചേ. ഫിലിപ്പീനോട് കാണിക്കുന്ന ദയ പോലും ഈ എന്റെ അടുത്തൊന്നും കാണിച്ചില്ലല്ലോടാ. ഞാനാണ് പൈസ കൊടുത്തത്. ഏത് പൈസ എടുത്ത്? അത് കൊളയില് ചേച്ചി എന്റെ പേഴ്സിന്ന് പൈസ അടിച്ചു മാറ്റിയിരുന്നവനവൻ. ആ ഫിലിപ്പീനോട് കാണിച്ച ദയ നിനക്ക് എന്റെ പൈസയിൽ കാണിച്ചില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് കടി കാണിച്ചത് ചായക്കടി ഓരോ സാധനങ്ങൾ വാങ്ങിച്ചത്. ചിക്കു കോളേജിലേക്ക് കൊണ്ടുപോകാൻ വെച്ച പൈസ പേഴ്സോടെ കാണാനില്ലായിരുന്നു കേട്ടോ. ആരെടുത്തതെന്ന് അറിയില്ല, പക്ഷെ ഇവനല്ലാതെ ഇവൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോഴും അത് അറിയില്ല കേട്ടോ ആരെടുത്തത്. എനിക്കറിയില്ല. പൈസ അമ്മ എടുത്ത് വെക്കേ. അമ്മ എടുത്ത് വെക്കുന്ന പൈസ അമ്മ നോക്കുമ്പോ കാണൂല. അമ്മ തരയും ആരെടുത്തെന്ന് ചോദിക്കേ. അപ്പൊ ഇവൻ മെല്ലെ വന്നിട്ട് ഇവനും തിരയാൻ കൂടി അമ്മയ്ക്ക് ഓർമ്മയുള്ള പൈസയാണെങ്കിൽ ഇവൻ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടാവും പൈസ. അതങ്ങോട്ട് എടുത്തു കൊടുക്കും ഇതാറിഞ്ഞിട്ട്. അപ്പൊ അമ്മയ്ക്ക് ആ ആശ്വാസമാവും. നേരെ മറിച്ച് ആ പൈസ പോയോന്ന് അതെങ്ങനെ റിയാക്ഷൻ ഉണ്ടോ ഇല്ലേ നോക്കിയിട്ട് അപ്പൊ ഞാൻ ആ പൈസ എടുത്തിട്ട് സ്ഥലം ഒന്ന് അതിന്റെ അടിക്ക് തൊട്ടടിക്ക് കയറ്റിയേക്കും. ഫ്രിഡ്ജിന്റെ വില വെച്ചാണെങ്കിൽ ഫ്രിഡ്ജിന്റെ വില തുണി ഉണ്ടാവില്ലേ, അപ്പൊ അതിന്റെ അടിക്ക് ഉള്ളിക്കടി കയറ്റിയേക്കും. ഫുള്ള് തപ്പും. തപ്പി വെച്ചിട്ട് 3-4 ദിവസം അവിടെ വെച്ച് നോക്കും. ആരും കണ്ടിട്ടില്ല അതുണ്ടെങ്കിൽ പിന്നെ അടക്കും. ഞാൻ ആറ്റ പിടിക്കുകയാണെങ്കിൽ ഞാൻ തപ്പിട്ട് ഫ്രിഡ്ജിന് ആ സ്പോട്ട് തന്നെ ഇതിന്റെ അടിയിൽ അങ്ങനെ വെച്ചാ അറിയോ.
അയ്യോ ചോര കൊണ്ട് വരുന്നുണ്ട് ആള്. അയ്യോ എന്റെ കുട്ടീന്റെ കൈ മുറിഞ്ഞു. നോക്കട്ടെ, കാണട്ടെ അമ്മ, കാണട്ടെ. അച്ചടാ, ഇനി കത്രിക എടുത്ത് കളിക്കുവോ? ഇല്ല, നല്ല മോളാട്ടോ. മാറ്റി ഒട്ടിച്ചു തരണോ? ആ ഒട്ടിക്കല് മതി കേട്ടോ. ആ കത്തി കൊണ്ട് കളിക്കരുത് അല്ലേ. ഇരുന്ന് ഉറങ്ങണ്ട, എണീക്ക്. എന്താ അജു, നിർത്തജോ. നോക്കട്ടെ, തുറന്ന അത് തുറന്ന ഇന്നും തുറക്ക്. നിറച്ചുള്ള ബോട്ടില് ഇന്ന് തുറന്ന ബോട്ടിലാണ്. എന്റെ ദൈവമേ, പകുതിയാക്കിയല്ലടായി. എന്നും തിന്നാൻ ഞാൻ എന്താ ഇരിക്കുന്നേ? ഒന്നുമില്ലല്ലോ. അത് കളയാനുള്ള പാത്രാണ്. കുളിക്കുന്നില്ലേ? അല്ലാത്തപ്പോ ഇങ്ങനെ ഇങ്ങനെ നാടകം. എന്തൊരു നാടകമാണ് കേട്ടോ, വിശ്വസിക്കരുത്. വെറും നാടക. ഇത്രയും നേരം അവിടെ ഇവിടെ ഒക്കെ നടന്നു വന്നു. ആര്? വണ്ടി ഇല്ലായിരുന്നു നമുക്ക്? പിന്നെ എങ്ങനെയാണ് നടക്കുന്നത്? വണ്ടിയിലാണ് ഞാൻ മൊത്തം പോകേണ്ടത്. എന്നിട്ട് ഞാൻ കറക്കണാണ്ടില്ലേ, കണ്ണാടി നോക്കിയിട്ട് കിന്നെ കാണുന്നില്ല. ജിഷ്ണുവിന്റെ അവിടെ ചെന്നപ്പോ കിരന്റെ അടുത്ത് എന്താണ് ബംഗാളി ആയോന്ന്. ഞാൻ AC-ന്റെ ഉള്ളിൽ ഇരിക്കണ, പിന്നെ എങ്ങനെ ഞാൻ കറക്കണക്ക് മനസ്സിലാവുള്ള. എന്റെ കയ്യൊക്കെ നോക്കി. അമ്മ മോനെ നല്ല പണി കിട്ടണേന്ന് പ്രാർത്ഥിച്ചു, അതാ ഉണ്ടായത്. അടോ എന്താ പറയാ, AC ഒക്കെ എല്ലാം ഞാൻ വണ്ടിയുടെ ഉള്ളിൽ പോകണം. പിന്നെ എന്തുകൊണ്ട് എന്റെ കയ്യിൽ 2 ലെയർ ഒക്കെ കൂടെ. ഓ പറയണ കേട്ടാ തോന്നുന്നു മുന്നെന്തോ വെണ്ണക്കട്ടയായിരുന്നു. നമ്മക്ക് കുങ്കുമപ്പൂ ഓഫ് സീസൺ ആയതിന്റെ കുറ്റ. എന്തൊക്കെയാ ജോയി തരേണ? എന്താ മാത്രമായിട്ട് കൊണ്ടുവരും. നെജിക്കോണെന്നല്ല, സോമിയോണെന്നാ. അപ്പൊ ഈ എല്ലാം തിന്നിട്ട് കുഴങ്ങിന്ന് പറഞ്ഞേ? അടിയാൻ വേണ്ടിട്ടോ. ഞാൻ പോലും മറന്ന സാധനങ്ങളാ. ഒന്നുമില്ലേ? എടാ എന്നോട് എന്താ പറഞ്ഞ? ഒന്നുമില്ലാന്ന് പറഞ്ഞു എന്റെ അടുത്ത്. എന്താ കുഴലപ്പം കാണിച്ചരാ. ഒന്നുമില്ല കേട്ടോ. എന്താ സേമിയോന്റെ ഇതാണത്. ഇതെന്താ? ചിപ്സ്. ഇതെന്താ? എടാ അണക്കിപ്പൊ ചോറ് ബിരിയാണി തന്നില്ലേ? ഇതെന്താ? ഞങ്ങൾക്ക് ഇതേണോ ആദ്യം തന്നെ തരണ്ടീന്ന്? ഇതിന്റെ കാറിൽ വെക്കണം. രാവിലെ ഈ കൊണ്ടുപോയിക്കോ. അവിടെ വെക്കലേ, അവിടെ ഇരിക്കലേ ഉള്ളൂ. ഈ കൊണ്ടുപോയിക്കോ, എല്ലാം കൊണ്ടുപോയിക്കോ. അതുകൊണ്ടല്ലടാ ജന്തു, നീ പോയതിനു ശേഷം ഇവിടെ എണ്ണക്കടികളൊക്കെ വേസ്റ്റാ. രാവിലെ